അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ വീഡിയോത്തിൽ സ്ലീവിൻ്റെ കീഴിൽ ഇങ്ങനത്തെ ലേസ് എങ്ങനെ അറ്റാച്ച് ആക്കിയിട്ട് നോക്കാം. ഇത് ನಾನು സ്ലീവ് ಆಲ್ರೆಡಿ ಕಟ್ಟಾಕಿತ್ತು ಲೈನಿಂಗ್ ಅಟ್ಯಾಚ್ ಆಕಿತ್ತು ಬೆಚ್ಚಿದೆ. ಇನ್ನು ಇದಕ್ಕೆ ನಂಗೆ ഇങ്ങനത്തെ ಲೇಸ್ എങ്ങനെ ಅಟ್ಯಾಚ್ ആക്കി നോക്കാം. ഇത് സ്ലീവിൻ്റെ കീഴത്തെ ಭಾಗ. ഇത് ನಂಗೆ ಲೇಸ್ ಅಟ್ಯಾಚ್ ಆಗೋಲ್ಲ ಬಲ್ತೆ ಜಾಗ. ಇದಕ್ಕೆ ഇങ്ങനെ ಅಟ್ಯಾಚ್ ಆക്കി നോക്കാം. ಫಸ್ಟ್ ಇದು ಲೇಸ್ರೆ ಫ್ರಂಟ್ ಸೈಡ್ ಇದೈತಿಕ್ರೆ ಲೇಸ್ರೆ ಫ್ರಂಟ್ ಸೈಡ್ ಈ ಫ್ರಂಟು ಈ ಫ್ರಂಟಿಗೆ ಒರೇ ಪಲ ಅವರ ಪಲ ಬೇಕು ನಂಗೆ ಇದ್ರ ಈಗ ಮೇಲ್ ಅಟ್ಯಾಚ್ ಆಗೋಗು ತೀರಾ ಈಗ ನಂಗೆ ಇದ್ರ ಮೇಲಿಗೆ ಬೇಚಿತ್ತು ಸ್ಟಿಚ್ ಆಗೋಗು ತೀರಾ ಇದು ನಂಗೆ ಸ್ಟಿಚ್ ನಂಗೆ ಇದ್ರ ಅಡಿಲಿಗೆ ಬೇಚಿತ್ತು ഇങ്ങനെ ബണ്ടപ്പിൽ സ്റ്റിച്ച് ആക്കണം. ഇത് ലേസ്ഡ് ഫ്രണ്ട് സൈഡ് സീക്വൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതും ഡ്രസ്സിൽ നിങ്ങൾ വേറെ ആക്കി കാണുന്ന പോലത്തെ സൈഡ്. ഇത് ഇങ്ങനെ നിൽക്കുന്ന പോലെ നിങ്ങൾ സ്റ്റിച്ച് ആക്കിയും പറഞ്ഞു. ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ആക്കുക ആവില്ല ಕಷ್ಟ ಅವ್ರುಂಟಾಯ್ತು ನಂಗೆ ಅದು ಎತ್ತರ ಒಳ್ಗತ್ತಿಗೆ ಬೇಚಿತ್ತು ತುನಿ ಇದು ಲೇಸ್ ಬೇಚಿ ಸ್ಟಿಚ್ ಆಗೋ ಕಷ್ಟ ಅವ್ರುಂಟಾಯ್ತು ಈಗೇನೋ ನಿಂಗೆ ಹಾಕ ಇದು ಲೇಸ್ರೆ ಬ್ಯಾಕ್ ಸೈಡ್ ಇದು ಡ್ರೆಸ್ರೆ ಬ್ಯಾಕ್ ಸೈಡ್ ಇದ್ರೆ ಇದರ ಮೇಲ್ಗೆ ಏನು ಬೇಚಿತ್ತು ಈಗಿನ ಸ್ಟಿಚ್ ಹಾಕಿಂಗ್ ನಿಂಕಿದು ಒರೇ ಪಲ ಚಂದತ್ಲು ನಿಂಕಿದು ಫಿನಿಶಿಂಗ್ ಇಟ್ಟರು. ഓക്കെ ഇത് ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ആക്കിയ ഇതൊരു നല്ലൊരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ലേസ് വെച്ചത് ഞാൻ ബണ്ട് ഇതൊരു നല്ല ഫിനിഷിംഗ് ആയിത്തിക്കറ്. നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചെങ്കിൽ മാത്രം ഇത് ഗലീജ് കാണാവ. ഫ്രണ്ടിൽ എപ്പോഴും ഇങ്ങനെ എതിരിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ആക്കണ്ട. ഈ പോർഷനും ബാക്കിൽ ഉള്ള പോലെ നിങ്ങൾ നോക്കിയിട്ട് സ്റ്റിച്ച് ആക്കി ഇತ್ತು.